എക്സ്ക്യൂസ് മീ, കിരണിന്റെ ആരെങ്കിലും ആണോ? ആ ആണല്ലോ. എന്തായിരുന്നു സാർ? അത് നിങ്ങളെ പേഷ്യന്റിന്റെ ഇനീഷ്യൽ ഒന്ന് പറയോ? ഇനീഷ്യല് ചിന്നോ. അവന്റെ ഫുൾ നെയിം എന്താ? കിരൺ പ്രസാദ്. കിരൺ പ്രസാദ് എന്നാ. ഓ, ഐ എം റിയലി സോറി. എന്താ? ഇവിടെ രണ്ട് കിരൺ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഉണ്ടായിരുന്നേ. അപ്പൊ എനിക്കൊന്ന് കൺഫ്യൂഷൻ ആയതാ. ഐ എം റിയലി സോറി ട്ടോ. നിങ്ങളെ കിരണിന് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലാന്ന് വെച്ചാൽ നല്ല ഇഞ്ചുറി ഉണ്ട്. ഒരാഴ്ച ഇവിടെ നിൽക്കേണ്ടി വരും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സാർ ശരിക്കും? അതെ. റിയലി താങ്ക് യു സാർ. കാര്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അത്രയും ടെൻഷനിലായിരുന്നു. ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? ഓ ആയിക്കോട്ടെ. പിന്നെ ഒരാളെ പറ്റുള്ളൂ. നാളെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കണ്ടാൽ മതിയല്ലോ. ഓ സാർ, ഞങ്ങളെന്നാ ഒന്ന് നോക്കിയിട്ട് കണ്ടോളാം. റിയലി താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഇത് ഞങ്ങളെ ജോലിയല്ലേ. അപ്പൊ ഓക്കെ. ആ സജിനെ, എന്താടാ? എടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്ത് ഹാപ്പി ന്യൂസ്? എടാ കിരണിന് കുഴപ്പമൊന്നുമില്ല. എന്താടാ ഈ പറയുന്നേ? ഡോക്ടർ എന്നോട് പറഞ്ഞു. എന്ത്? അവരോട് കിരൺ എന്ന് പറഞ്ഞ പേഷ്യന്റ് മാറിപ്പോയതാ. ഇവനല്ല, വേറൊരു കിരണ്ണാ എന്തോ പറ്റിയത്. നമ്മളെ കിരണ്ണല്ലടാ. ശരിക്കും? ഡോക്ടർ പറഞ്ഞ് ആരുടെ ഒരാളോട് കയറി കണ്ടോളാൻ, കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ ഒരാൾക്കേ പറ്റൂ. എന്റെ അഭിപ്രായത്തില് ചിന്നു നീ കയറി കണ്ടോ? ചേട്ടൻ സത്യമാണോ പറയുന്നേ? ആ ഞാൻ സ്വപ്നം കാണാണോ? അതെന്നെ എനിക്കും ഡൗട്ട്. സ്വപ്നമൊന്നല്ല, ആരും ഒരാൾ കയറി കാണുന്നതേ കാണ്. ചിന്നു നീ ചെല്ലേ. ഞാൻ പോല. നീര പോട്ടെ. ഞാനാ? എടി നിനക്കല്ല അത്ര സങ്കടം ഉണ്ടായിരുന്നേ, നീ പോ. അവനിപ്പോ നിന്നായിരിക്കും കാണണ്ടേ. നീ ചെല്ലേ. അവന്റെ മനസ്സ് എനിക്ക് അറിയാം മീരെ. നീ പോവാൻ നോക്ക്. ഉറപ്പാണോ? ചേട്ടാ ഞാൻ പോട്ടെ. പോയിക്കോ. ഞാൻ പോട്ടെ. നീ പോയിട്ട് വാ മുത്തേ. എന്തേ? പോയിട്ടില്ല. അവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നെ വിട്ട് പോവാൻ പറ്റുമോ? താങ്ക് യു. എന്തിന്? എന്റെ എല്ലാത്തിനും കൂടെ വന്നേന്. ഞാനല്ലാണ്ട് പിന്നെ ആരും നിൽക്ക. ഹാപ്പി ആയോ? ഹാപ്പി ആയോന്നോ? ഇതിലെ കൂടുതൽ എനിക്കൊന്നും വേണ്ട. എന്തേ? ഒന്നുമില്ല, എന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ നിന്നെ മൈൻഡ് ചെയ്ത് കളിക്കാ. ഇനിയിപ്പോ ചെയ്യാലോ അല്ലേ? കോരങ്ങ. അച്ചോടാ, എനിക്കൊന്ന് വീട്ടിൽ പോണം. നമുക്ക് റൂം എടുത്തിട്ട് പോവാട്ടോ. നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. നിക്ക്, ഞാൻ ആ റൂമിന്റെ കാര്യം ഒന്ന് സെറ്റ് ആയി കളട്ടെ. ഓക്കെ ഓക്കെ. കിച്ചേട്ടാ എണീക്ക്. ഇങ്ങനെ കിടക്കല്ലേ. എന്തൊന്നുമുണ്ട്? കിച്ചേട്ടൻ കേൾക്കുന്നുണ്ടോ ഇല്ലൊന്നും എനിക്കറിയില്ല. ഇനിയും ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്കും ചേട്ടനെ ഇഷ്ടമാണ്. എന്നാരും ഇന്നവരെ ഇങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചേട്ടനെ കല്യാണം കഴിച്ചോട്ടെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചേട്ടനില്ലാതെ എനിക്ക് പറ്റൂല ചേട്ടാ. ഞാൻ മൈൻഡ് ചെയ്യാത്തതിനൊക്കെ സോറി. എനിക്കും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്. എനിക്കും ഇഷ്ടം. കിച്ചേട്ടാ എന്തിനൊക്കെ അറിയുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പം 5 മിനിറ്റ് മുന്നേ ആരുണ്ടേനു. നിന്നെ കണ്ടപ്പില്ല. എന്നെ പേടിപ്പിച്ച്. എന്തിനാ പേടിക്കണേ? ഞാൻ വിചാരിച്ചിനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ലെന്ന്. ഞാൻ അങ്ങനെ കെട്ടിച്ച് പോവോ നിന്നെ? പോവാ? പോവില്ല. പ്രോമിസ്ഡാ? പ്രോമിസ്. വേദന ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് മുന്നേ ഇല്ലാണ്ടേനു. ഇപ്പം ഇല്ല. പോവല്ലേ, കുറച്ചേരം ഇവിടെ നിൽക്ക്. എത്ര നേരം വേണേ നിൽക്കാം. നീ എന്താ വിചാരിച്ചേ? ഞാൻ ഒന്നും വിചാരിച്ചില്ല. പറ. പറടി പെണ്ണേ. അതൊന്നും ചേട്ടൻ അറിയണ്ട. എന്ത് സംഭവിച്ചത്? അത് എനിക്കും കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കാർ ഓടിച്ച് ഏതൊരു ജംഗ്ഷനിലെത്തിയപ്പോ സാരില്ല, പോട്ടെ. എന്റെ കൈ ഒടിഞ്ഞു. കർമ്മയായിരിക്കും അല്ലേ? കർമ്മേ? അതെ. എന്തിന് കർമ്മ? ഞാൻ നിവാന്റെ കൈ ചെറുതായിട്ടൊന്ന്. എന്തിന്? അത് നിന്നവൻ ചീറ്റ് ചെയ്തില്ലേ? ചേട്ടൻ എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? അടങ്ങിയിരുന്നാ പോരെ. ഇനി എവിടെ പോണേ എന്നോട് ചോദിച്ചിട്ട് പോകാൻ പാടില്ല, കേട്ടല്ലോ? ഓ ആയിക്കോട്ടെ മാഡം. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയൂ. എന്ത്? മറ്റേത്. ഏത് മറ്റേത്? പറ, നീ കളിക്കല്ലേ. ഏതാന്ന് പറ. ഞാൻ കൊറേ എന്തൊക്കെയോ പറഞ്ഞിട്ടല്ലോ.
എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് അതൊന്നുകൂടി പറ കേക്കട്ടെ. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കിട്ടും എന്നെ? ഓ, എത്ര വേണമെങ്കിലും കേട്ടോ. പക്ഷെ കുറെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ഞാൻ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിലോ? എന്നാ കൊട്ടില്ല. ആ, കൈ നല്ല വേദന ഉണ്ട് എനിക്ക്. ഡോക്ടറിനെ വിളിക്കണോ? എന്റെ മോളെ ഒന്നും ചെയ്തേക്കല്ലേ. എന്തേ? എനിക്ക് വയ്യ, എനിക്ക് കുത്തുകൊള്ളാൻ. എനിക്ക് സത്യം പറഞ്ഞ ഇഞ്ചക്ഷൻ പേടിയാ. ചേട്ടനൊരു ഡോക്ടറല്ലേ, എന്നിട്ട് ഇഞ്ചക്ഷൻ പേടിയോ? അതെന്താ ഡോക്ടർമാർക്ക് ഇഞ്ചക്ഷൻ പേടിച്ചുകൂടെ? ഓ, പേടിച്ചോ? നമുക്കിനി തല്ലൊക്കെ കൂടണ്ടേ സജിനെയും ചിന്നുനെയും മാതിരി? അയ്യടാ, എന്നോട് തല്ലിവിടാൻ വേണ്ടിട്ടാ? അതും ഒരു ഇന്റൻഷൻ ആണ് എന്റെ. നല്ല ഇന്റൻഷൻ. എനിക്ക് ഇവിടെ കിടക്കണ്ടേ, എന്നെ റൂമിലെ മാറ്റാൻ പറ. നാളെ ചിലപ്പോ മാറ്റുന്നാ പറഞ്ഞേ. ഇവിടെ കിടക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഇതിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാ, പിന്നെ എനിക്ക് ആരെയും കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. ചേട്ടന്റെ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് എന്താ സംഭവിച്ചതാവോ? ഒന്ന് റീക്യാപ്പ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ആ, ഇനി ആ ദുരന്തം കാണാനിട്ടാ. ചേട്ടനൊന്ന് വെറുതെ ഇരുന്നേ. എന്റെ ഫോണെങ്കിലും ഒന്ന് കൊണ്ടു താടി. ഫോണോ? പറഞ്ഞവരെ ചേട്ടന്റെ ഫോൺ എവിടെ? ആ ബെസ്റ്റ് എന്നോടാ ചോദിക്കുന്നേ? ചേട്ടന്റെ ഫോൺ ആരെടുത്താ? ഞാൻ സജിനേട്ടനോട് ചോദിച്ചോട്ടോ. പോട്ടെ എന്നാ. ഈ ഡ്രസ് പോലും മാറ്റിയില്ലല്ലേ? ആ, ഇവിടെ ഒരുത്തം വേറെ നടക്കുമ്പോ ഞാൻ പോയി ഡ്രസ് മാറ്റി കളിക്കാം. ഓഹ്, അത്രയൊക്കെ സ്നേഹം എന്നോട്. വേണ്ടേ? ഓ, മനസ്സിലായി മാഡം. കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ പോയാ കുഴപ്പാവും. ഹിന്ദുന്ന് പിന്നെ എനിക്ക് പോണ്ടേ? വേണ്ട, ഇവിടെ നിന്നോ. ഇവിടെ നിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാരോടും എന്റെ അന്വേഷണം പറയട്ടോ. പറയാട്ടോ. പിന്നെ കരയല്ലേ നീ, എന്റെ മോൾക്ക് എന്തോ ആയിട്ടുണ്ട്. കറിയില്ല. പോട്ടെ. ഇനി എപ്പോ വരും? ഫുഡ് കൊണ്ടുതരാൻ വരാം. നീ മാത്രം വന്നാ അതിട്ടോ. നോക്കാം. ചേട്ടൻ സമ്മതിച്ചാ വരാം. അവൻ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് കിട്ടും പറഞ്ഞേക്കൂ. എന്ത് പറഞ്ഞാലും അടി അടി അടി. ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? എന്ത് ചെയ്യാനാ? നിങ്ങൾ പണ്ട് ഗുണ്ടെങ്ങാനായിരുന്നാ? എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഓ, നല്ല ആഗ്രഹം. ഞാൻ ഫുഡ് തരാൻ വേണ്ടി വരാം. ഇപ്പൊ പോട്ടെ. ആ, പിന്നെ എന്റെ ഒരു ഷർട്ടും കൂടെ എടുക്കണേ അവിടുന്ന് വരുമ്പോ. എടുക്കാം. എന്നാ പോയിക്കോ. ലവ് യു. എന്ത് പറ്റി? ഇതൊന്നും പറയലില്ലല്ലോ. ഇനി എപ്പോഴും പറയാട്ടോ. ശരി ശരി, ലവ് യു ടു. ഉറങ്ങിക്കോ. നമ്മളൊരാള് ആത്മാർത്ഥമായി കാത്തിരുന്ന അയാൾ മുഴത്തേക്ക് തന്നെ വരും. എനിക്ക് കിട്ടിയടാ നിന്നെ. അല്ല മീരെ, അപ്പൊ നിന്റെ കല്യാണം കൂടി നമുക്ക് നടത്താലോ അല്ലേ? നമുക്ക് നിങ്ങളെല്ലാരും കല്യാണം ഒരുമിച്ച് അങ്ങ് നടത്താം. ആ, നല്ല രസേക്കോ. അങ്ങനൊന്നും വേണ്ട. അതെന്താ? എന്തായാലും 2 വർഷം കഴിയുമ്പോ നിങ്ങളെ പഠിത്തം കഴിയും. പിന്നെ കല്യാണം കഴിച്ചെന്താ? എന്ത് ചേച്ചി, ഇത്ര പെട്ടെന്നൊന്നും വേണ്ട. പിന്നെ നിന്റെ പ്ലാൻ എന്താ? ചേട്ടനെ എപ്പോഴും പ്രേമിച്ചോണ്ട് നടക്കാനോ? നീ പറയുന്ന പോലെയല്ല, ചേട്ടന് സജിനേട്ടനേക്കാൾ വയസ്സുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താ നീയാ? ഇതെന്ത് കഷ്ടത്? എനിക്ക് വയസ്സാവണ്ടേ? സാരല്ല മീരെ, നിന്നെ ചേട്ടൻ പഠിപ്പിച്ചോളൂ. ഒന്നും വേണ്ടേ, ഒരു 2-3 വർഷം കഴിയട്ടെ. ഇപ്പൊ അവന് 25 വയസ്സായി. 2-3 വർഷം എന്ന് പറയുമ്പോ 28-29 വയസ്സാവും. എന്താണ് നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെന്റെ തല വെട്ടും. അങ്കിൾ അങ്ങനെയൊന്നും ചെയ്യൂല. എന്റെ ചേട്ടനല്ലേ? ചേട്ടനൊന്നും ചെയ്യൂല, എന്നെ ചെയ്യുള്ളൂ ചെയ്യാണെങ്കി. അല്ല ചേച്ചി, നമ്മളെ വീട്ടിൽ പുതിയ അതിഥി വന്നൊക്കെ കേട്ടല്ലോ. വന്ന്. എന്താ മോളെ പേര്? ആരാധ്യന്ന. ആരുന്ന് വിളിക്കും. പോയിട്ട് വേണമെന്ന് കാണാൻ. ആര് ചേച്ചി? എന്റെ അനിയത്തിയാടാ. ചേച്ചിക്ക് അനിയത്തി ഉണ്ടോ? ഉണ്ട്. എത്ര വയസ്സ്? 12 വയസ്സ്. ഓ അച്ചടാ, അപ്പൊ നിങ്ങൾ 10 വയസ്സ് ഡിഫറൻസ് ഉണ്ടോ? അതെ. നല്ല രസിക്കല്ലേ? എങ്ങനെയായിരിക്കറിയാ, നോക്കാം നമുക്ക്. മോട്ടും മിട്ടുമോളൊക്കില്ലേ, കമ്പനി ആക്കിക്കോളൂ. മോട്ടുള്ളത് എന്റെ ഒരു സമാധാനം. അവക്ക് എന്തായാലും ബോറടിക്കൂല. സജിനെ, എന്തൊക്കെയോ കറക്റ്റ് അല്ലാത്ത പോലെ. എന്തുപറ്റി? ഈ കിരണിന്റെ ആക്സിഡന്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് നീ എന്താ പറയുന്നേ? കിരണ്ണാരെയും കൊല്ലാൻ നോക്കിന്നോ? കൊല്ലാൻ നോക്കിയോന്ന് ചോദിച്ചാ ചെറുതായിട്ട് എവിടേക്കോ. മറ്റേ നിവാന്റെ കേസില്ലേ, അതിനുള്ളത് അവൻ കൊടുത്തു എന്നല്ലേ പറഞ്ഞേ? അതാ ഞാനും പറഞ്ഞേ. ആ ലോറീന്റെ ബ്രേക്ക് അയാൾ ചവിട്ടാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ ആരാ ഡ്രൈവറോ? അതെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ട്. അവൻ പോലീസിലാ. അപ്പോൾ CCTV വിഷ്വൽസും പിന്നെ ലോറിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് കിട്ടിയാ, പിന്നെ ഇത് പ്രൂഫ് കിട്ടുന്നവരെ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് മീരാനോട്. ഇവാനെങ്ങാനും ആണ് ഇതിൻ്റെ പിന്നിൽ എന്നറിഞ്ഞ പിന്നെ അവനെ വെച്ചേക്കരുത്. അതത്ര തന്നെ ഉള്ളൂ.
മിട്ടുമോള് വേഗം പിണങ്ങുമല്ലേ? അവർക്ക് അങ്ങനെ പിണങ്ങാൻ കാരണമൊന്നും വേണ്ട. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു മിട്ടുമോളെ. കേൾക്കുന്നുണ്ടോ മിട്ടുമോളെ? ചേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. കണ്ടോ, ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ആ ബെസ്റ്റ്. എന്താണ് ഇവിടെ? ഒന്നുമില്ല അമ്മേ, ഈ മിട്ടുമോള് വെറുതെ പിണങ്ങാ. എന്ത് പറ്റി മിട്ടുമോളെ? എന്തിനാ പിണങ്ങുന്നത്? ഈ ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ആന്റി. എന്താണ് മോട്ടു? അയ്യോ ഞാൻ ചെയ്തിട്ടില്ല, വെറുതെ എന്തൊക്കെയോ പറയാ. അല്ല എന്നാ മിട്ടുമോള് വാ ആന്റി, എന്നെ കഴിക്കാൻ തരാം. ആ അതാണ് നല്ലത്. ഞാൻ പോവാ. ബൈ ആന്റി. വാ നടക്ക്. നീ പറ, എന്താ പറയണ്ടേ? നീ ഇത്ര കാലം എവിടെയായിരുന്നു? ഞാൻ എന്റെ വീട്ടില്. അതായത് നിന്റെ വീടല്ലല്ലോ. അല്ല, സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. ഏയ് ഇപ്പൊ സങ്കടമൊന്നുമില്ല. എനിക്കിപ്പോ കൊറേ ആൾക്കാരെ കിട്ടിയല്ലോ. എനിക്ക് എന്റെ ചേച്ചിനെ കിട്ടിയപ്പോ തന്നെ സന്തോഷായി. ഇപ്പൊ ചേട്ടനെയും ഒക്കെ കിട്ടിയില്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ. എന്നാലും ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇതിപ്പോ ആരാണ്? ഇവനോ? ഹലോ, പറയടാ. അർജുവോ, ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. എന്തേ? ചെറിയൊരു CCTV വിഷ്വൽസ്. നീ ഇങ്ങോട്ട് വരുമോ? അത് ഞാൻ അയച്ചാൽ ശരിയാവില്ല. അതാ നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഓ ഞാൻ വരടാ. ആ പറ്റുകയാണെങ്കിൽ നീ ഒരാളെയും കൂടി കൂട്ടിക്കോ. ആ ഓക്കെ, ഞാൻ സജിനെ കൂട്ടാം. ആ നല്ലത്. ഓക്കെ എന്നാ ഇവിടുന്ന് കാണാം. ആ ഓക്കെ.